നമ്മുടെ ഇന്നത്തെ ഒരു ദുപ്പട്ട വീഡിയോ ആണ്. പറഞ്ഞപ്പോൾ മറന്നുപോയി. ഇതുപോലെ കോട്ട ഫാബ്രിക്കിൽ ഫുള്ളായിട്ട് പ്രിന്റഡ് ടൈപ്പ് ഐറ്റം വരുന്ന ഒരു മോഡലാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരുപാട് ഷെയ്ഡ്സിൻ്റെ കൂടെ ഇടാം. ഇത് നിന്ന് സൂക്ഷിച്ച് നോക്കിയാൽ മതി. ബ്ലാക്കിൻ്റെ കൂടെ എന്തായാലും ചേരും. ബ്ലാക്കിൻ്റെ കൂടെ അല്ലെങ്കിൽ പിന്നെ ഒരു ഗ്രീൻ പോലത്തെ ഷെയ്ഡ്, പിന്നെ ഒരു ലൈറ്റ് പേസ്റ്റൽ ടൈപ്പ് പീച്ച്, പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു യെല്ലോ പോലത്തെ ഷെയ്ഡ്, അങ്ങനത്തെ കുറേ ഷെയ്ഡിൻ്റെ കൂടെ വേണമെങ്കിൽ മാച്ച് ചെയ്യാം. ബ്ലാക്കിൻ്റെ കൂടെ ഇട്ടാലും നല്ലതാണ്. പ്ലെയിൻ ബ്ലാക്കൊക്കെ ഇല്ലാത്തവർ കാണില്ലല്ലോ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാവുന്ന ഒരു ഐറ്റം കേട്ടോ. അത്യാവശ്യം ലെങ്ത്തും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ നമ്പർ W698. അടുത്ത് വരുന്ന ഓർഗൻസയിൽ തന്നെ നല്ല ഭംഗിയുള്ള പ്രിന്റഡ് ടൈപ്പ് ഐറ്റം കേട്ടോ. ഇത് നല്ല രസമുണ്ട് കാണാൻ. ഞാനിതിങ്ങനെ ആ ഒരു ഫ്ലവർ പാറ്റേൺ ഇഷ്ടപ്പെട്ടുകൊണ്ട് എടുത്താണ്. ഇതും മെയിനായിട്ട് ബ്ലാക്കിൻ്റെ കൂടെ തന്നെ കുറച്ച് നല്ലത്. ഇല്ലെങ്കിൽ നമുക്കിങ്ങനെ കോമ്പിനേഷൻ കൊടുത്ത് ഇതിൽ ഏത് വേണോ യൂസ് ചെയ്യാം കേട്ടോ. ഇതിനിങ്ങനെ കുഞ്ഞൊരു ബോർഡർ റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ കുഞ്ഞൊരു ക്രോഷയുടെ ലേസ് വർക്കും കൊടുത്തിട്ടുണ്ട്. ഇതിനെല്ലാം നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. ഇത് ശക്കലും പറന്ന് നിൽക്കുന്ന സൈസ്, എന്നാൽ ഒരുപാടല്ല. ഇങ്ങനെയൊക്കെ തന്നെ ഇടാൻ പറ്റുന്ന സൈസ് ഒരു പാറ്റേണാണ്. നമുക്ക് ഇട്ടാലും പെട്ടെന്ന് തന്നെ ഒരു എടുത്ത് നിൽക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, പ്ലെയിൻ ബ്ലാക്കിൻ്റെ കൂടെ ഇത് മാത്രമായിട്ട് നല്ലതായിരിക്കും. ഞാനിപ്പോൾ അതിൻ്റെ അടിയിൽ ഇട്ടേക്കുന്നതിന് ഒരു പ്രിൻ്റ് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അതിൻ്റെ ഒരു ഭംഗി ചിലപ്പോൾ കിട്ടുന്ന കാണില്ല. നിങ്ങൾ ഈ ബ്ലാക്കിലോട്ട് നോക്കിയാൽ മതി. ബ്ലാക്കുമായിട്ട് നല്ല കോമ്പിനേഷനാണ്. നല്ല രസമുള്ള ഫ്ലവേഴ്സ് ആട്ടോ. മെയിൻ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഫ്ലവേഴ്സിൻ്റെ കളർ കോമ്പിനേഷൻ ആ ഒരു കുഞ്ഞു ഫ്ലവേഴ്സൊക്കെ കണ്ടുകൊണ്ടാണ് എനിക്കിത് ഇഷ്ടപ്പെട്ടാണ് ഞാൻ ഇതെടുത്തത്. ഇതിൻ്റെ നമ്പർ തപ്പിയിട്ട് കാണുന്നില്ല, ഞാൻ കൊടുത്തേക്കാവേ. റേറ്റ് സെയിം ആട്ടോ, 395. അത് സെയിം തന്നെ, ഇപ്പം കാണിച്ച പോലെ തന്നെ ഓർഗൻസ ഫാബ്രിക്കാണ്. പ്രിൻറ്റ് ഡിഫറെൻ്റ് ആട്ടോ. ഇത് ശരിക്കും ബേസ് കളർ ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് എന്ന് പറയാം കേട്ടോ. ബ്ലൂവിൻ്റെ കൂടെ വേണേൽ മാച്ചാക്കാം, അല്ലെങ്കിൽ പിങ്ക് പീച്ച് പോലത്തെ ഷെയ്ഡ്സിൻ്റെ കൂടെ മാച്ചാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം. ഒരു രക്ഷയില്ലെങ്കിൽ ബ്ലാക്ക് ഇട്ടാലും മതി, അങ്ങനെ പെട്ടെന്ന് അറിയൊന്നുമില്ല. ശരിക്കും നമ്മൾ സൂക്ഷിച്ച് നോക്കുമ്പോഴാണ് ബ്ലൂ കാണുള്ളൂ. ഒരു എവിടെ ഒരു ബ്ലൂ ടോൺ വരുന്നതേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനത്തെ മോഡലൊക്കെ മിക്സ് ആൻഡ് മാച്ച് എന്നുള്ള പാറ്റേണിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറേ ഷെയ്ഡ്സിൻ്റെ കൂടെ മാച്ച് ചെയ്യാം. അപ്പോൾ ഇതിലാണെങ്കിൽ പോലും യെല്ലോ പോലത്തെ ഷെയ്ഡോ ഗ്രീൻ്റെ ഒരു ഷെയ്ഡ് അതെല്ലാത്തിനും തന്നെ മാച്ച് ആവുന്നതാണ്. അങ്ങനെയൊക്കെ ആയിട്ടും കോൺട്രാസ്റ്റ് ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇല്ലെങ്കിൽ പിന്നെ ഈ ഒരു വൈറ്റ് ഇതുള്ളതുകൊണ്ട് ചിക്കൻ വർക്കിൻ്റെ പോലത്തെയോ അല്ലെങ്കിൽ നമ്മുടെ അക്കോബ പോലത്തെ വൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇടാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏകദേശം ലുക്ക് വരുന്നത്. ഇതിൻ്റെ നമ്പർ ഞാൻ ഇവിടെ എങ്ങാണ്ട് കണ്ടായിരുന്നു, നോക്കട്ടെ. നമ്പർ നോക്കണ്ട, നിങ്ങൾക്ക് ഞാൻ ഈ എഴുതി കാണിക്കുന്നുണ്ടല്ലോ, അത് വെച്ച് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്താൽ മതി, അല്ലെങ്കിൽ സൈറ്റിൽ കൊടുത്തേക്കാം കേട്ടോ. ഇതിൻ്റെ നമ്പർ W702. റേറ്റ് ഇതിനും സെയിം 395 ആണ്, 395.